ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻട്രി എലിവേറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹെൽത്ത് കെയർ ഫീൽഡ് ജോലി സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ, അതുപോലെ തന്നെ എന്തൊക്കെ അവസരങ്ങളുണ്ട്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സീഡ് ഇൻ്റർനാഷണലിലെ ഡയറക്ടറും അതുപോലെ തന്നെ ഒരു അധ്യാപകനും സ്കിൽ ട്രെയിനറുമായിട്ടുള്ള ഷർഫുദ്ദീൻ സാറാണ്. അപ്പം സാറിനെ ആദ്യമേ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു. സാർ, അധികം നമുക്ക് സമയം കളയാതെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ബേസിക്കലി ഇത് ആരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കോഴ്സാണ്, ആർക്കൊക്കെ ഈ ഒരു കോഴ്സിൽ പഠിക്കാം, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ ജോലി നേടാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്കിൽ സെറ്റ് എന്തൊക്കെയാണെന്ന് പറയാം. ഈ ഒരു പ്രത്യേകമായ ഒരു വിഭാഗം എന്ന് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിലേക്ക് സാധ്യതയുള്ള ഒരു പ്രത്യേക വിഭാഗത്തെ നമുക്ക് പറയാൻ പറ്റില്ല സാർ. ആക്ച്വലി ഹെൽത്ത് കെയർ മേഖലയോട് താല്പര്യമുള്ള ഏതൊരാൾക്കും ഈ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് പോകാം. ഇതിനൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ബേസിക് ക്വാളിഫിക്കേഷൻ ഒരു 12th ആണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ഹെൽത്ത് കെയർ മേഖലകളിൽ ഉണ്ട്. എങ്കിൽ പോലും ഇന്ന് ഒരു ഏറ്റവും ഏതൊരു കോഴ്സിൻ്റെയും അടിസ്ഥാന യോഗ്യത ഒരു +2 എന്നുള്ളത് നിലക്ക് തീർച്ചയായും +2 ആണ് ഒരു അടിസ്ഥാന യോഗ്യത നമ്മൾ കോഴ്സിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ഉള്ളവർക്കും ഇത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? തീർച്ചയായും ഡിഗ്രി കഴിയുമ്പോഴേ അത്രമാത്രം മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഉയർന്ന തസ്തികകളിലൊക്കെ അവർക്ക് അത്തരം മേഖലകളിൽ ജോലി ചെയ്യാൻ അത് സഹായമാകും. ഓക്കെ. അപ്പോൾ ഇതിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രിഫറൻസ് കൂടും, അതായത് പ്ലേസ്മെന്റിനായിട്ടാണെങ്കിലും ജോലിക്കാണെങ്കിലും സാധ്യത. തീർച്ചയായും അതിന്റെ മാനേജ്മെന്റ് അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാജുവേറ്റ് ആയ ഒരാൾക്ക് കൊടുക്കുന്ന പ്രിഫറൻസ് എന്തായാലും ഒരു +2 ലെവൽ എന്തായാലും ഉണ്ടാകുമല്ലോ, അതിൻ്റെതായ ഒരു പ്രിഫറൻസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്നവർക്കുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഡോക്ടേഴ്സ്, നഴ്സുമാർ എന്നീ രണ്ടുപേരാണ് വരിക. അതല്ലാതെ ബാക്കിയുള്ള എന്തൊക്കെ ഫീൽഡുകളാണ്, എന്തൊക്കെ പോസ്റ്റുകളാണ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുക? സാറിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് കുറേ ഡോക്ടേഴ്സ്, കുറേ നഴ്സസ് അല്ലേ. അതിനപ്പുറത്തുള്ള അതിൻ്റെ പിന്നണി പ്രവർത്തകരെ ശരിക്കും നമ്മളാരും മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു ഹെൽത്ത് കെയർ സെൻ്ററിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസപ്ഷൻ ഡെസ്ക് മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു വൻ സംഘം ഇതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതായത് അക്കൗണ്ട്സ് ആണെങ്കിലും പേഷ്യൻ്റ് കെയർ റെക്കോർഡ്സ് ആണെങ്കിലും അതേപോലെ തന്നെ PROs വേണം, ക്വാളിറ്റി മാനേജർ വേണം, HR മാനേജർ ആവശ്യമാണ്. അവിടെ പേഷ്യൻസ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇപ്പോഴത്തെ സമയത്ത് ഈ ഇൻഷുറൻസിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനും കമ്പനിക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ള മറ്റൊരു സെഷൻ, IP പിന്നെ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളും അവർ ചെയ്യുന്ന സർവീസുകൾ മാർക്കറ്റിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനത്തിനുള്ള അതിനുള്ള പ്രത്യേകമായ ടീം ഉണ്ടാകും. അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സർ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇവർക്ക് ജോലി സാധ്യതകൾ. ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ലബോറട്ടറിയിലേക്കും അതേപോലെ തന്നെ മെഡിക്കലിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അറിയാം എത്രമാത്രം എക്യുപ്മെൻസും പിന്നെ സാധന സാമഗ്രികളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആ സെക്ഷനുകളിലേക്കും ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ധാരാളം ജോലി സാധ്യതകൾ ഈ ഒരൊറ്റ കോഴ്സിലൂടെ തന്നെ ഉണ്ട്. തീർച്ചയായും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ എൻട്രി ആപ്പിൽ എലിവേറ്റ് പ്രോഗ്രാംസിലൂടെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ ഷർഫുദ്ദീൻ സാറാണ്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സാർ? ഒന്ന്, നമ്മുടെ കോഴ്സിന്റെ ഒരുപാട് പ്രത്യേകതകളിൽ ഒന്ന് പിന്നെ നമ്മുടെ സിലബസ് ആണ്. ഇതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സിലബസാണ്. കേവലം ഒരു തട്ടിക്കൂട്ടലിന് അപ്പുറത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയി ഒരാൾക്ക് ജോലി ചെയ്യാൻ തക്ക രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സിലബസാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതിൻ്റെ ഓപ്പറേഷണൽ ആസ്പെക്ട്സ്, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതേപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിലേക്ക് അയാൾക്കുണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്താണ്, ആ രീതിയിലേക്ക് പിന്നെ ആ സ്കില്ലുകൾ ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള കോഴ്സുകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയൊരു സിലബസാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. മറ്റൊന്ന്, നമുക്ക് ഇതിന് വേണ്ടി നമ്മുടെ ഫാക്കൽറ്റീസാണ് ഹോസ്പിറ്റലുകളിൽ നിലവിൽ ജോലി ചെയ്ത് ആ മേഖലകളിൽ പരിചയമുള്ളവരും വർഷങ്ങളായി അധ്യാപകരായി പ്രവർത്തിക്കുന്നവരുമാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. അപ്പോൾ
ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ഫാക്കൽറ്റീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് പൊതുവേ എല്ലാം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമിലേക്ക് പോയത് കൊണ്ട് തന്നെ ആളുകൾക്ക് കമ്പ്യൂട്ടറിൻ്റെ അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോഴ്സിനോടൊപ്പം നമ്മുടെ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓഫീസ് ഓട്ടോമേഷൻ, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, അതേപോലെ ഓഫീസിലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ കൃത്യമായൊരു പരിശീലനം നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും ചെറിയൊരു ഘടകം ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളതിന് കൊണ്ട് തന്നെ അവർക്ക് ഒരു സൗജന്യമായ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോഴ്സും നമ്മൾ ഇതോടൊപ്പം ഫ്രീ ആയി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, എല്ലാ ഹോസ്പിറ്റലുകളും നിലവിൽ പല സോഫ്റ്റ്വെയറുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ ആണ് അതിനെ കൃത്യമായിട്ട് ഒരു പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോയിന്റ്മെന്റുകൾ എടുക്കാനും എല്ലാ കാര്യത്തിനും ഡാറ്റ ഹിസ്റ്ററി എല്ലാം എടുക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ അങ്ങനെയാണല്ലോ. ഇപ്പം സാറിന് അറിയാലോ, നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ മാത്രമേ പിന്നെ ആവശ്യമുള്ളൂ. ആ മൊബൈൽ നമ്പർ നമ്മൾ അതിൽ ഡയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റയും അവിടെ കിട്ടും. അത്തരം സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ശരിക്കുമുള്ള റിയൽ ട്രെയിനിങ് നമ്മുടെ കോഴ്സിനോടൊപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ കോഴ്സിനോടൊപ്പം ടെക്സ്റ്റ് ബുക്ക്, പഠിക്കാനുള്ള ഹാർഡ് കോപ്പി മെറ്റീരിയൽ അവരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ കൃത്യമായി അയച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴ്സിനോടൊപ്പം നമ്മൾ 2 വർക്ക്ഷോപ്പുകൾ, ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ടോപ്പിക്ക് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ആവശ്യമായത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആയതിനാൽ തന്നെ അതിലുള്ള ഒരു 1 ഡേ വർക്ക്ഷോപ്പ്, അതിൽ പ്രാക്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളൊക്കെ വെച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗെയിമുകളും ആക്ടിവിറ്റികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിർബന്ധമായി എന്നുള്ളത് തന്നെ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു 1 ഡേ സ്പെഷ്യൽ വർക്ക്ഷോപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അഡ്മിൻസ്മാരും ഒരു ലീഡേഴ്സാണ്. അപ്പോൾ ലീഡേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. അപ്പോൾ ആ ലീഡേഴ്സിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ല് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ മറ്റൊരു വർക്ക്ഷോപ്പ് മറ്റൊരു ദിവസം വെക്കും. അതിൽ ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് ഒരു ലീഡർ ആയാൽ എന്തൊക്കെയാണ് ചെയ്യുക, അപ്പോൾ അതിനെ ഗ്രൂപ്പുകളാക്കിയിട്ട് ആ ലീഡർഷിപ്പ് ഗെയിമുകളും അതേപോലെ പിന്നെ ലീഡർഷിപ്പ് ആക്ടിവിറ്റികളൊക്കെ കൊടുത്തിട്ട് മറ്റൊരു വർക്ക്ഷോപ്പ്. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം നമുക്ക് മറ്റൊന്ന് ഇനി എന്തായാലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം ബാക്കി ഇപ്പം നമ്മളിപ്പം ഒരു ടി വി നോക്കിയാലോ അല്ലെങ്കിൽ ഫോൺ നോക്കിക്കഴിഞ്ഞാലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സുകൾ ധാരാളം ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു വ്യത്യസ്തമാക്കുന്നത് അല്ലേ? തീർച്ചയായും ഇതിൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ, അതായത് ഒരാളൊരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ സിലബസും അതിൻ്റെ കരിക്കുലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാധാരണ സ്ഥാപനങ്ങളൊക്കെ കാണാറ് കേവലം ഒരു പ്രൊസീജിയറിന് വേണ്ടി മാത്രം കരിക്കുലം ഉണ്ടാക്കി ഒരു സിലബസ് ഉണ്ടാക്കി പോകുന്നതിന് പകരം എന്താണോ ആ ഒരു പഠിതാവിന് ആവശ്യം, അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കരിക്കുലവും സെറ്റപ്പുമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം സാർ നേരത്തെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. NSDCയുടെയും അതുപോലെയുള്ള CTech തുടങ്ങിയ അക്രഡേഷൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെല്ലാം സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അല്ലാതെ വേറെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രിയുടെ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം പിന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അവർക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ജോലിക്ക് പോകാനും ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ അപ്പോസ്റ്റലിലെ അറ്റസ്റ്റേഷൻ അടക്കം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇവരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു സർട്ടിഫിക്കറ്റും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഓഫീസ് ഓട്ടോമേഷൻ അവർ കൃത്യമായി ആ മൊഡ്യൂൾ പഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് സെപ്പറേറ്റ് ആയി ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ അത് അറ്റൻഡ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള മറ്റൊരു സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുമ്പോൾ 1 ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു എന്ന മറ്റു 2 സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പഠിതാക്കളുടെ ഒരു ആഡ് ഓൺ ആയി പ്ലേസ്മെന്റിലേക്ക് എത്തിക്കുന്നതിന് സഹായകമാണ്. തീർച്ചയായും നമ്മുടെ ഈ കോഴ്സിലുള്ള, അതായത് ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇത്രയും ഘടകങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട മോഡ്യൂൾസ് എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊരു നമുക്ക് 5 തിയറി സബ്ജക്റ്റും ഒരു ഇന്റേൺഷിപ്പും അടക്കം 6 സബ്ജക്റ്റുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. 600 ഓരോ സബ്ജക്റ്റും 100 മാർക്ക് വീതമുള്ള ഒരു മൊഡ്യൂളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ 5 തിയറി സബ്ജക്റ്റുകളിൽ ഒന്ന് ഫൗണ്ടേഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സാധ്യതകളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മൊഡ്യൂൾ.
മറ്റൊരു മൊഡ്യൂളിൽ ഓപ്പറേഷണൽ ആസ്പെക്ട്സ് ആണ്, ദൈനംദിന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പിന്നെ മറ്റൊരു കാര്യം എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട്. മറ്റൊന്ന് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. മറ്റൊന്ന് ഇതിൻ്റെ ഈ ഹെൽത്ത് കെയർ, പിന്നെ പേഷ്യൻ്റ് സെൻറ്റേർഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായും എല്ലാ ഹെൽത്ത് ഓർഗനൈസേഷനുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ അവരോട് കൂടുതൽ എമ്പതി കാണിക്കാം, എങ്ങനെ എമ്പതരികരായി പെരുമാറാം, അതുമായി ബന്ധപ്പെട്ട പേഷ്യൻ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു മൊഡ്യൂൾ. മറ്റൊന്ന് ഇതിൻ്റെ മാർക്കറ്റിംഗ് പിന്നെ സെക്ഷനുകളാണ്. ഇപ്പോഴത്തെ എമേർജിങ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എങ്ങനെ ഇത്തരം സർവീസുകൾ ആളുകളിലേക്ക് എത്തിക്കാം, അതിനെക്കുറിച്ചുള്ള മറ്റൊരു മൊഡ്യൂൾ. അതുകൂടാതെ ആറാമത്തെ ഒരു ടോപ്പിക്കാണ് ഇൻറ്റേൺഷിപ്പ്. ഇപ്പോൾ സാധാരണ നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേൺഷിപ്പ് തീർച്ചയായും നമുക്ക് തിയററ്റിക്കലായി പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അവർക്ക് നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ കണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രമാണല്ലോ അത് കൂടുതലായും അവർക്ക് ഫലപ്രദമാവുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും, വലിയ വലിയ ഹോസ്പിറ്റലുകളായിട്ട് ടൈപ്പ് ചെയ്യും. അത് പഠിതാവിന് ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യാം. അതിന് പ്രയാസമാവുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനം അവരെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഓൺലൈനായിട്ട് വിവിധ സ്ഥാപനങ്ങളിൽ വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ ഇന്റേൺഷിപ്പും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ആ പേരിൽ തന്നെ ഹോസ്പിറ്റൽസ് എന്നതല്ലാതെ വേറെ എന്തെങ്കിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടോ? വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ ഇത്തരത്തിലുള്ള ജോലി സാധ്യതകൾ എന്തായാലും ഉണ്ടാകും. അതല്ലാതെ ഒരു നാട്ടിൻ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾക്ക് വേറെ എന്തെങ്കിലും ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് വേറെ എന്തെങ്കിലും? തീർച്ചയായും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കേവലം മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, മറിച്ച് സാധാരണയുള്ള ക്ലിനിക്കുകൾ, ഡെൻ്റൽ ക്ലിനിക്കുകളൊക്കെ കാണാം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ. അതേപോലെ കൗൺസിലിംഗ് സെൻ്ററുകൾ കാണാം, പിന്നെ സൈക്കാട്രിക് സെൻ്ററുകൾ കാണാം, റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ കാണാം. ഇവിടെ ഒക്കെ അതായത് ആരോഗ്യ സംബന്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും എവിടെയാണേലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ജോലി സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ ഒരാൾ ഈ അടുത്ത് ചോദിച്ചു, സാറ് കേരളത്തിൽ അത്രമാത്രം ഹോസ്പിറ്റലുകളുണ്ടോ? അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് നോക്കുമ്പോൾ വെറും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മാത്രമാണ് നോക്കുന്നുള്ളത്. അപ്പോൾ അത്രമാത്രം സാധ്യതകൾ പിന്നെ സെൻ്ററുകളും ഇത്തരം പറയപ്പെട്ട സെൻ്ററുകളിലേക്ക് അവർക്ക് വർക്ക് ചെയ്യാം. ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ്, അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വളരെ അതെ ഹോസ്പിറ്റലുമായി പ്രവർത്തിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ പ്രവർത്തിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരും അത് പഠിപ്പിച്ചവരുമാണ് നമ്മുടെ ഫാക്കൽറ്റീസ്. അതുപോലെ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ സോഫ്റ്റ്വെയറിൻ്റെ, അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു കോഴ്സിൽ? കാരണം ഒന്നാമത്തത് ഇവർ ഈ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന സമയത്ത് അഡ്മിൻ സെക്ഷന്മാർക്ക് നിർബന്ധമായും കമ്പ്യൂട്ടറിൻ്റെ ഒരു അടിസ്ഥാന അറിവ് വളരെ അത്യാവശ്യമാണ്. കൂടാതെ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും കണക്റ്റഡ് ആയിരിക്കും. ഈ ഇൻ്റർ കണക്ഷൻ നടക്കുന്നത് ഈ സോഫ്റ്റ്വെയറുകളിലൂടെ ആയിരിക്കും. അപ്പോൾ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് അറിയുന്നത് ഇവർക്ക് ജോലി കിട്ടാൻ വളരെയധികം സഹായമാകും. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാക്ടിക്കൽ റിയൽ സോഫ്റ്റ്വെയർ കേരളത്തിലെ നിലവിൽ പല ഹോസ്പിറ്റലുകളിലും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുടെ ആ ഒരു റിയൽ അനുഭവമാണ് അതിലൂടെ കിട്ടുന്നത്. അല്ലാതെ ഒരു ഡമ്മി കാണിച്ചിട്ട് ഇത് ചെയ്തോ എന്ന് പറയുന്നതിന് പകരം അതിലേക്ക് നേരിട്ട് തന്നെ ആ സോഫ്റ്റ്വെയർ അവർ തന്നെ ചെയ്ത് പഠിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് മേടിക്കുന്നത്. സാർ, അപ്പം ഈ ഒരു കോഴ്സ് കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് ലഭിച്ചു, അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ജോലി നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? ഇവരിപ്പോൾ 4 മാസത്തെ നമുക്ക് 6 മാസത്തെ ഡ്യൂറേഷനിലാണ് കോഴ്സ് പോകുന്നത്. അപ്പോൾ 4 മാസം തിയറി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ മാസമാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഇൻറ്റേൺഷിപ്പിന് വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് തന്നെ ഒരു നല്ല ആ സമയമാകുമ്പോഴേക്ക് തന്നെ അതിന് വേണ്ടി ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായും ഇവർ ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ തന്നെ ഇവരുടെ ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ആ ഹോസ്പിറ്റൽ തന്നെ ഒരു 90% അവർക്ക് ജോലി അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കും. ഇനി അങ്ങനെ കൊടുക്കാത്തവരാണെങ്കിലും നമുക്ക് കേരളത്തിലും പുറത്തും വരുന്ന ഹോസ്പിറ്റലുകളിലും അതേപോലെ ഹെൽത്ത് കെയർ മേഖലകളിലും വരുന്ന വേക്കൻസികൾ അത് വിദ്യാർത്ഥികളെ റിപ്പോർട്ട് ചെയ്യുകയും അവരെ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ തക്ക രീതിയിലേക്ക് നമ്മൾ സജ്ജരാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ശരിക്കും ഒരു 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നത് അത്യാവശ്യം ധാരാളം ജോലി സാധ്യതയുള്ളൊരു മേഖല തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ധാരാളം പല തരത്തിലുള്ള സംശയങ്ങളുണ്ടാവും.
അത്തരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു സെഷനിലൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ശരി. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ലിങ്ക് ഉണ്ട്, ഒരു ഗൂഗിൾ ഫോമാണ്. ആ ഗൂഗിൾ ഫോമിലൂടെ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ തീർക്കുന്നതായിരിക്കും. സോ സർ, വേറെ എന്തെങ്കിലും? യെസ്. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോമും ഫിൽ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.